ദിവസം മുമ്പ് നടന്ന ലാബ് എക്സാമിന്റെ ഒരു വീഡിയോയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും ഇതിവിടെ കിടന്നോട്ടെ. രാവിലെ എന്നെ വന്നിരുന്നിട്ട് ഇതെങ്ങനെ തലയിൽ കയറ്റാനുള്ള ഗൂഢമായിട്ടുള്ള ചിന്തയിലായിരുന്നു ഞങ്ങൾ. ഈ ലാസ്റ്റ് നിമിഷം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ലാതെ മനസ്സിലാക്കിയ ബുദ്ധിയുള്ളവന്മാർ ദേ പുറത്തേക്ക് നടന്നിട്ട് വരാമെന്നും പറഞ്ഞു പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ കുത്തിയിരുന്ന് പഠിക്കാൻ നോക്കുക, ഒരു കാര്യം ഉണ്ടായില്ല. പഠിച്ച് കിളികളെല്ലാം കൂടം കൊടുക്കെടുത്ത് പോയ വിഷമത്തിലാണ് എന്റെ മീനു ചേച്ചി ഇരിക്കുന്നത്. ദൈവമേ, ഇവൻ നന്നാവാൻ തീരുമാനിച്ചോ? കാര്യമായിട്ട് എന്തൊക്കെ എഴുതുന്നുണ്ടല്ലോ. ബാക്കിലിരിക്കുന്നവന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. അവന് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അറിയുമെന്നോ, പാവം. പിന്നെ ഈ എഴുത്തിന്റെ ശുഷ്കാന്ത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, അവൻ റാങ്ക് വാങ്ങിച്ച് അടങ്ങും. എക്സാം ഉണ്ടായിരുന്നു ചേച്ചി? എൻ്റെ എക്സാം എന്ന് പറയുന്നത് വളരെ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം തന്ന ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി എനിക്കിഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആക്കി മേടിച്ചു. നല്ലതായിരുന്നു. ഹയ്യമ്മ, ആരായത്? ആളിത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാ. എന്നാലും ബാക്കിയുള്ളവരുടെ വീഡിയോയ്ക്ക് മുഖം കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരന് വേറെ കോളേജിലെ എക്സാം, അതുകൊണ്ടാണ് ഈ ഫോണിൽ കൂടെയുള്ള വരവ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ട് സീറ്റ്, അതായത് എക്സാം എഴുതിയ സ്ഥലം. എന്റെ മോ, എക്സാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഇറങ്ങിയിട്ടും ആ കുനിഞ്ഞായിരുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നത് അരുണാണ്. ഇതിന് മാത്രം എഴുതാൻ എന്തായിരിക്കുന്നത്? എടാ ഇറങ്ങി വാ, സമ്മതിച്ചു, നിനക്ക് എന്നെ റാങ്ക്. വിജയശ്രീ ലാളിതനായ ഈ വരവിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാണ് അരുൺ ഞങ്ങൾക്ക്. അതെന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല, കുറച്ച് സീക്രട്ട്. ഇന്ന് എല്ലിൻ്റെ ഇടയിൽ കയറുന്ന കേട്ടിട്ടുണ്ടോ? ഇത് എക്സാം കഴിഞ്ഞിട്ടില്ല എല്ലിൻ്റെ ഇടയിൽ കയറലാണ്. വേറൊന്നുമില്ല, എനിക്ക് പറക്കാതെ പോയ ചേട്ടന്മാരെ പോലെയാണ് ഇവരൊക്കെ. അപ്പോൾ അടിയും തൊഴിലൊക്കെ ഇവർക്ക് ഇങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സങ്കടം, കിട്ടില്ലെങ്കിൽ അവർക്കും സങ്കടമായാലോ. ആ ചോദ്യം എന്നോടാ. ഞാനങ്ങനെ വീട്ടിൽ പോകുമെന്ന് ചോദിച്ചതാ. ഞങ്ങൾ ഇറങ്ങാറായേ. കിട്ടുന്ന സമയമൊക്കെ എന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവനൊരു സമാധാനമില്ല. പിന്നെ അവ മാത്രമല്ല, കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാനും പഴക്കാറില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ ഈ പരസ്പരം റോസ്റ്റ് ചെയ്യുന്നൊക്കെ ഏറ്റവും കൂടുതൽ കണ്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് മീനു ചേച്ചി. അപ്പോൾ മീനു ചേച്ചി ഇറങ്ങി, ഞങ്ങൾക്ക് ഇനി ഇറങ്ങണം. നല്ല മഴയുണ്ട്. ഇനി ഞങ്ങളുടെ അടുത്ത ക്ലാസ് എന്താണെന്നോ ലാബ് എന്താണെന്നോ എക്സാം എന്താണെന്നോ ഞങ്ങളെല്ലാം പരസ്പരം എന്ന് കാണുമെന്നോ ഒരു പിടിയുമില്ല. എന്തായാലും അടുത്ത കാണുന്നത് വരെ ടാറ്റാ.